ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഓണം സ്പെഷ്യൽ കൂട്ടുകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ള കൂട്ടുകറിയാണ് കേട്ടോ അത്. അപ്പോൾ ചില സ്ഥലത്തേക്കൊന്നും മധുരം ഇടാണ്ടാണ് കൂട്ടുകറി ഉണ്ടാക്കുക, ഞങ്ങളിവിടേക്കൊക്കെ മധുരം ഇട്ടിട്ടാണ് കൂട്ടുകറി ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഈ ഓണത്തിന് വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്, അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ്. ഞാൻ കുറച്ച് കടലപ്പരിപ്പാണ് എടുത്തത്, ഒരു കപ്പോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആവശ്യത്തിന് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ചേ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് കടലപ്പരിപ്പ് ഇവിടേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ കടലപ്പരിപ്പ് നിങ്ങളെ വീട്ടിൽ ഇല്ലെങ്കിൽ കയ്യിൽ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഇനി അഥവാ ഇല്ലെങ്കിൽ ചില സ്ഥലത്തേക്കൊക്കെ നമ്മൾ കറി വെക്കുന്ന കടല ഉണ്ടല്ലോ, അത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേ ദിവസം അതിൻ്റെ തോല് കളഞ്ഞാലും മതി, കുഴപ്പമില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന കടലപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ പാക്കറ്റിൽ കിട്ടും. അപ്പോൾ അത് നിങ്ങളൊന്ന് 6 മണിക്കൂറോളം ഒന്ന് കുതിർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസമാണ് ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അതാ പിറ്റേ ദിവസം നോക്കിയപ്പോഴേക്ക് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ഒരു പത പോലെയൊക്കെ വരും, അത് കുഴപ്പമില്ല. അത് ആ കടലപ്പരിപ്പ് കുതിർത്ത ആ വെള്ളമാണ്, അത് നമ്മൾക്ക് ഒഴിവാക്കി കളയണം. നന്നായിട്ട് കഴുകിയിട്ട് അന്ന് ഒഴിവാക്കി കളയണം കേട്ടോ. എന്നിട്ട് അത് സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് കുറച്ച് 2 കഷ്ണം മാത്രം മതി, ചേനയും കായും മാത്രം മതി കേട്ടോ. പിന്നെ കുറച്ച് നാളികേരം കൂടി വേണം. അപ്പോൾ ഞാൻ ആദ്യം കായാണ് നന്നാക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ 2 കായ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കായേ ഉപയോഗിക്കുന്നുള്ളൂ, കുറച്ചേ ഞാൻ കൂട്ടുകറി വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നേന്ത്രക്കായാണ്. നേന്ത്രക്കായുടെ തോലൊക്കെ ഇതുപോലെ കളയണം. ഇതുപോലെ കത്തി വെച്ച് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയാൽ ആ കായയുടെ തോലൊക്കെ ഇങ്ങനെ കളയാട്ടോ. ഇനി കായൊക്കെ തോലൊക്കെ കളയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉപയോഗിക്കാം, പക്ഷേ നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ കായയുടെ തോല് കളയണം എന്നാണ്. അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാം, ബുദ്ധിമുട്ടുള്ളവർ കളയണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ കളഞ്ഞ് അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ നിറം മാറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം ചേനയാണ് ഇവിടെ എടുത്തത്, ഇത്ര മതി കേട്ടോ നമുക്ക് ഈ കഷ്ണം ചേന. ഇനി ഇത് മുറിക്കുന്നതിലും കുറച്ച് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇത് നല്ല സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കണം. കായും ചേനയും സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കണം. അപ്പോഴേ കൂട്ടുകറി കാണാനും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ, വിളമ്പൊക്കെ നല്ല കാണാനും ഭംഗി. അപ്പോൾ നമ്മൾ ഈ നേന്ത്രക്കായ 4 ആക്കിയിട്ട് കട്ട് ചെയ്യുക. 4 ആക്കി മുറിച്ചിട്ട് ഇതുപോലെ കുറച്ച് കനത്തിൽ തന്നെ ഇതുപോലെ അരിഞ്ഞെടുക്കുക കേട്ടോ. 4 ആക്കിയിട്ട് മുറിച്ചിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ നല്ല സ്ക്വയർ പീസിൽ തന്നെ കുറച്ച് കട്ടിയിൽ തന്നെ അരിഞ്ഞെടുക്കുക, നൈസ് ആവരുത്, കുറച്ച് കട്ടിയിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ചേനയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ചേന ഇതുപോലെ നല്ല സ്ക്വയറായിട്ട് നല്ല ഭംഗിയിൽ അരിഞ്ഞോളൂ കേട്ടോ, എന്നാലും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കൂട്ടുകറിക്ക്. അപ്പോൾ ഇതുപോലെ നല്ല സ്ക്വയറാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞു കണ്ടോ. നല്ല ഭംഗിയിൽ നല്ല സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് നാളികേരമാണ്. നാളികേരം ഞാൻ കുറച്ച് ചിരവി എടുത്തിട്ടുണ്ട്, കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരം ചിരവ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അരയ്ക്കാനുള്ളതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഒരു വലിയ നാളികേരത്തിൻ്റെ മുറിയിൽ ഒരു അര മുറിയിലും മേലെ ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. നാളികേരം വറുത്തിടുന്നതാണ് ഏറ്റവും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ കുറച്ച് നന്നായി നാളികേരം വേണം വറുത്തിടാൻ. പിന്നെ ഒരു അരമുറിയിലും മേലെ ചിരവി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കുറേ വെള്ളം ഒഴിക്കരുത് കേട്ടോ. കടലപ്പരിപ്പൊന്ന് വേവിക്കാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കടലപ്പരിപ്പ് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചാൽ അത് പെട്ടെന്ന് തിളച്ച് വരും. അപ്പോൾ അടച്ച് വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് കുറച്ച് നാളികേരം ഇവിടെ കട്ട് ചെയ്തൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 1/4 സ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്, ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അതുകൂടി ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. അരച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഇത് അരപ്പ് കൂട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് അരച്ച് വെച്ചിട്ട് കൊണ്ടുവരാം. അരച്ച് വെച്ചിട്ടൊന്ന് സൈഡിലേക്ക് മാറ്റുകയാണേ. ഇനി നമുക്കൊന്ന് കടലപ്പരിപ്പൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഇനി കഷ്ണങ്ങളിടാം. തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ തിളച്ച് വന്നാൽ വേവാൻ നിൽക്കരുത്. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഈ 2 കഷ്ണങ്ങളും ഇട്ട് കൊടുക്കണം. ചേനയും കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി അടച്ച് വെച്ചൊന്ന് വേവിക്കണം. അതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കാൻ നോക്കുക. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കാൻ പോവാണേ.
ഇവിടെ നാളികേരമൊക്കെ നന്നായിട്ട് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് കേട്ടോ. നാളികേരത്തിൽ കുറച്ച് ജീരകം ഇട്ടിട്ട് വളരെ കുറച്ച് ജീരകം ഇട്ടാൽ മതി. ഒരു 1/4 സ്പൂണോളം ഇട്ടാൽ മതി കേട്ടോ. വളരെ കുറച്ച് ഇട്ടാൽ മതിയേ. എന്നിട്ട് ഞാൻ നന്നായി അരച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് കഷ്ണമൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചട്ടിയിൽ വെച്ചപ്പോൾ എനിക്ക് തോന്നി കേട്ടോ, കുറച്ച് വലിയ ചട്ടി വേണം തോന്നി. കാരണം കഷ്ണങ്ങളും നമ്മളിനി നാളികേരമൊക്കെ ഒഴിക്കുമ്പോഴേക്കും ഇതിൽ കൊള്ളൂല. അപ്പോൾ ഞാൻ വേറൊരു ചട്ടി എടുത്തിട്ട് അതിലേക്കൊന്ന് മാറ്റി വയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ ഇത് വലിയ ചട്ടി ആയതുകൊണ്ട് ഇതിൽ നമുക്ക് ഇളക്കാനൊക്കെ നന്നായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ ചട്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. ചട്ടിയിലൊന്ന് വെച്ച് തിളക്കട്ടെ. തിളയ്ക്കുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ ചട്ടി തിളച്ച് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ തിളയ്ക്കുന്നുണ്ട്, നന്നായി ചൂടാവുന്നുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇനി വേണ്ടത് കുറച്ച് പൊടികൾ ഇടണം. ആദ്യം ഒരു 1/2 സ്പൂണ്, കൂടുതൽ ഇടരുത് കേട്ടോ. 1/2 സ്പൂണ് വേണമെങ്കിൽ 1/2 സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണ് താഴെ ഇട്ടാൽ മതി കേട്ടോ. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് ഇട്ടാൽ മതി. കാരണം നമ്മളെ കൂട്ടുകറിക്ക് കളർ ഉണ്ടാവില്ല. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു റെഡോ അല്ലെങ്കിൽ മഞ്ഞ കളറായിരിക്കും. പക്ഷേ ഇത് നല്ലൊരു കളറാണ് കൂട്ടുകറിക്ക് ഉണ്ടാവേണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുക കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടയാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ശർക്കര ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശർക്കര അതിലേക്ക് ഇടാം. നല്ല മധുരത്തിന് വേണ്ടി ഞാൻ 2.5 അച്ച് ശർക്കരയാണ് കേട്ടോ ഇവിടെ ഇട്ടത്. ഇത് നല്ല മധുരമുണ്ട്. ഈ 2.5 അച്ച് ശർക്കര നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആ കഷ്ണം ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് തിളച്ച് വന്നാൽ അപ്പോൾ തന്നെ നമുക്ക് ഈ ശർക്കര ഇടണം, അല്ലെങ്കിൽ കഷ്ണം വെന്ത് പോവും. എന്നിട്ട് ശർക്കര ഒന്ന് അലിയുമ്പോഴേക്കും നമുക്കിത് നോക്കാം. അപ്പോൾ ഒരുവിധം വെന്തിട്ട് ഉടയരുത്. കഷ്ണമൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ശർക്കര കുറച്ചും കൂടി അലിയാനുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുകയാണേ. ശർക്കര കഷ്ണം ഒന്നും ഉടയ്ക്കരുതേ. നമ്മൾ കൂട്ടുകറിക്ക് എപ്പോഴും കഷ്ണം കാണണം. കടലപ്പരിപ്പായാലും ഈ ചേനയായാലും കായായാലും നന്നായിട്ടൊന്ന് ഇങ്ങനെ അലിയാതെ കഷ്ണം കാണണം. അപ്പോഴാണ് നല്ല ടേസ്റ്റും നല്ല ഭംഗിയും. ഇപ്പോൾ ചേന നോക്കിയപ്പോൾ ചേന നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നേരം ഞാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് സ്പീഡ് കൂട്ടി വെച്ചപ്പോൾ ഫുൾ സ്പീഡിൽ വെച്ചപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം വറ്റിയിട്ടുണ്ട്. പക്ഷേ വെള്ളം വറ്റിയിട്ടാണെങ്കിൽ അത് നമ്മൾ ആദ്യം വേവിക്കാൻ വയ്ക്കുമ്പോൾ വെള്ളം വളരെ കുറച്ച് തന്നെ വേവിക്കാൻ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് വെന്തലിഞ്ഞു പോവും. കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് മാത്രം വേവിച്ചെടുക്കുക. വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ശർക്കരയൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് കൂട്ടാം കേട്ടോ. നാളികേരം ജീരകം കൂടി അരച്ചത് ഇതിലേക്ക് കൂട്ടി കൊടുക്കുകയാണേ. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും കൂട്ടുകറി ഭയങ്കര ബുദ്ധിമുട്ടാണ് വെക്കാൻ. പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ അതിലേക്ക് ഞാനൊന്ന് വെച്ചൊന്ന് മിക്സ് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ കേട്ടോ. കൂട്ടുകറി എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് ഒന്ന് തിളക്കിട്ടോ. ഒന്ന് തിളച്ചിട്ട് നമ്മൾ സാധാരണ കറിയിലൊക്കെ നാളികേരം ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ, അതുപോലെ നമ്മൾ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് 2-3 തിള വരുമ്പോഴേക്കും നമുക്കത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൂട്ടുകറീൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടണം. അതാണ് മെയിനായിട്ടുള്ള കൂട്ടുകറിക്ക് മെയിനായിട്ട് വറുത്തിടലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറവിടാം. കുറച്ച് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഞാൻ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. കടുക് പൊട്ടിച്ചു. അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നാളികേരം. ഞാൻ പറഞ്ഞ ഒരു 1/2 മുറിയിൽ മേലെ നാളികേരം ഉണ്ട് കേട്ടോ, വലിയ മുറിക്ക്. അത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് നല്ല ബ്രൗൺ കളർ, ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, നല്ല ബ്രൗൺ, നല്ല ഡാർക്ക് കളറാവണം. അതുവരെയും നമ്മൾ നന്നായിട്ടൊന്ന് ഇത് ഗ്യാസ് സിമ്മിലാക്കി, കരിയാൻ പാടില്ല. ഗ്യാസ് സിമ്മിലാക്കിയിട്ട് വറുത്തെടുക്കണം. ഈ വറവും കൂടി ഇട്ടാലാണ് കൂട്ടുകറിക്ക് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വറവ് നന്നായിട്ടിടുക. എന്നിട്ട് കറിവേപ്പില ഞാൻ ലേശം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നാളികേരത്തിലേക്ക്. അങ്ങനെ ഞാൻ വറുത്ത് നല്ല ബ്രൗൺ നിറത്തിൽ ഞാൻ വറുത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട, ഇതുപോലെ നല്ല കളറ് വേണം, കരിയാനും പാടില്ല. നല്ല കളറ് വന്നു. ഇനി ഞാൻ അതൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കൂട്ടുകറി എല്ലാം. എന്നിട്ട് ഞാനിത് ഒന്ന് വറവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടിപൊളി സൂപ്പർ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കൂട്ടുകറി വെച്ച് നോക്കണം കേട്ടോ. നല്ല മധുരമുള്ള കൂട്ടുകറിയാണ്.
നല്ല ടേസ്റ്റാണ്. ഇതുപോലെ കൂട്ടുകറിയിൽ വറവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കൂട്ടുകറി സെറ്റായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മൾ അടിപൊളി കൂട്ടുകറി തീരെ വെള്ളം ഉണ്ടാവില്ല. കണ്ടോ, കുറച്ച് നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവുക കൂട്ടുകറി. സൈഡിൽ നമ്മൾ ഇലയുടെ സൈഡിൽ വിളമ്പിയിട്ട് നമ്മളിങ്ങനെ ഒലിച്ച് പോകാൻ പാടില്ല. നല്ല കട്ടിയായിട്ട് പുളിയിഞ്ചിയും കൂട്ടുകറിയൊക്കെ ആയാലും നമ്മൾ ഇലയുടെ സൈഡിൽ വിളമ്പിയാൽ ഒലിച്ച് പോകാൻ പാടില്ല, കട്ടിയായിട്ട് നിൽക്കണം. കണ്ടോ, ഇതുപോലെ നല്ല കട്ടിയായിട്ടുണ്ട്. ഇത് നമ്മൾ വെറുതെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. ഓരോ ചെറിയ പാത്രമൊക്കെ എടുത്ത് നല്ല കുറച്ച് കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. അപ്പം അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഞാനൊരു ബൗളിലെടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഇതുപോലെ തീരെ വെള്ളക്കൂട്ട് കറി എന്നാണെങ്കിലും പക്ഷേ കറിയായിട്ട് നമ്മൾ ഇതുണ്ടാവില്ല, നല്ല ഡ്രൈ ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഇത് വേണ്ട ഇതുപോലെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് ഈ കൂട്ടുകറി. നിങ്ങൾ ഇതുപോലെയാണോ വയ്ക്കാമെന്ന് എനിക്കറിയില്ല. ചിലവർ ഒരുപാട് വെറൈറ്റി വിധത്തിൽ നമുക്ക് കൂട്ടുകറി വെക്കാം. മധുരമുള്ളത് വെക്കാം, മധുരമുള്ളതന്നെ ഇല്ലാത്തത് വെക്കാം, മധുരമുള്ളത് തന്നെ നമ്മൾ പല വിധത്തിൽ പലരും വെക്കും. അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ ഇത് തന്നെയാണ് വയ്ക്കുക. ഇതെൻ്റെ അമ്മേൻ്റെ സ്പെഷ്യലാട്ടോ കൂട്ടുകറി. അമ്മ മാത്രമല്ല, അമ്മമ്മ എല്ലാവരും ഇതുപോലെയാണ് വയ്ക്കുക. നല്ല അടിപൊളി സൂപ്പർ കൂട്ടുകറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് ഇതുപോലെ കൂട്ടുകറി നിങ്ങൾ വെക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ സ്പൂണിൻ്റെ ഒക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. മധുരമൊക്കെ ഉണ്ടോ നോക്കണേ. ഒരു സ്പൂണ് ഞാൻ എടുത്ത് നോക്കണേ. സൂപ്പർ, നല്ല മധുരവും നല്ല ഉപ്പും ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരേക്കും ബായ്.